മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ രാജ്യവ്യാപകമായി ഒരു ജാതി സെൻസസ് നടപ്പാക്കും. ആ ജാതി സെൻസസ് ഞങ്ങൾ നടപ്പിലാക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാനല്ല, പക്ഷേ ഈ രാജ്യത്തെ ഓരോ ജാതിയിലും പെട്ട മനുഷ്യർക്ക് എത്ര വിദ്യാഭ്യാസമുണ്ട്, എത്ര സമ്പത്തുണ്ട്, അവർക്ക് സ്വത്ത് എത്രമാത്രമുണ്ട്, അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ജാതി സെൻസസ് ഞങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നത്. We will increase the reservation limit like the Tamil Nadu. Tamil Nadu has increased its reservation quota. Like that, we will also increase the reservation quota so that poor people should get the benefit from this reservation. അത് മാത്രമല്ല, ഈ രാജ്യത്തെ സംവരണ പരിധി എങ്ങനെയാണോ തമിഴ്നാട് ഗവൺമെന്റ് സംവരണ പരിധി കൂട്ടിയത്, അതുപോലെ ഈ രാജ്യത്തെ സാധാരണക്കാരായ ദരിദ്രരായ ജനങ്ങൾക്ക് സംവരണത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി സംവരണ പരിധി ഞങ്ങൾ ഉയർത്തുമെന്നും ഉറപ്പ് നൽകുന്നു. We will constitute a diversity commission that will measure, monitor and promote a diversity in public. ഈ രാജ്യത്തെ വൈവിധ്യം എത്രയാണെന്ന് മനസ്സിലാക്കാനുള്ള, അതിന്റെ കണക്കെടുക്കാനുള്ള, അതിനെ നിരീക്ഷിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാനാത്വ വൈവിധ്യ കമ്മീഷൻ ഈ രാജ്യത്ത് ഞങ്ങൾ രൂപീകരിക്കും. And also private employment and education. തൊഴിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പാക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. Then Narendra Modi came to power on promise Sabka Saath, Sabka Vikas. But he did not do Sabka, he took Sabka Saath. He did not do Vikas, but he did Sabka Satyanas. എന്താ ചെയ്തതെന്നറിയോ? നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാവരുടെയും ഒപ്പം നിന്ന് എല്ലാവർക്കും വികസനം. പക്ഷേ അദ്ദേഹം എല്ലാവരുടെയും ഒപ്പം നിന്ന് എല്ലാവരുടെയും വികസനമല്ല ഉറപ്പാക്കിയത്, എല്ലാവരുടെയും ഒപ്പം നിന്ന് എല്ലാവരുടെയും നാശമാണ് നരേന്ദ്രമോദി ഉറപ്പാക്കിയത്. From the days of Hindu Mahasabha and Janasangh, the BJP RSS leaders have worked towards dividing the country, working with Britishers, and such people are teaching us that they are the patriot of this country, and Congress has not done anything to the freedom and other movements. ജനസംഘിന്റെ കാലം മുതൽ, ഹിന്ദു മഹാസഭയുടെ കാലം മുതൽ ബ്രിട്ടീഷുകാരുടെ ഏജന്റായി പ്രവർത്തിച്ച ആളുകളാണ് പറയുന്നത് രാജ്യസ്നേഹത്തെ കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പഠിപ്പിക്കാൻ വന്നുകൊണ്ട് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരോടൊപ്പം ആ കാലം മുതൽ നിലനിന്ന BJP RSSമാണ്. In the last 1 year, Modi traveled 14 countries outside our country. കഴിഞ്ഞ ഒരു വർഷം നരേന്ദ്രമോദി ഈ രാജ്യത്തിന് പുറത്തുള്ള 14 വിദേശ രാജ്യങ്ങളാണ് സഞ്ചരിച്ചത്. He has addressed hundreds of meetings of elections, but he did not go to Manipur, where our people are suffering, our sisters are suffering, and people are killed and their houses were burned. But he is not gone there. Simply is talking bhayo aur bhaino. കഴിഞ്ഞ ഒരു വർഷമായി 14 വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്ത് 100 കണക്കിന് ഇലക്ഷൻ റാലികളെ അഭിസംബോധന ചെയ്ത നരേന്ദ്രമോദി ഈ രാജ്യത്തെ മണിപ്പൂരിലെ നമ്മുടെ സംസ്ഥാനത്ത് അവിടെ സ്ത്രീകൾ അവിടെ കഷ്ടപ്പെടുമ്പോൾ, അവിടുത്തെ മനുഷ്യർ ദുരിതം അനുഭവിക്കുമ്പോൾ ഒരു പ്രാവശ്യം പോലും മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം ഭായോ എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. I will tell you, Modi is a 100% liar. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഈ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 100% നുണ പറയുന്ന ഒരാളാണ്. You will say he is a prime minister, he will not lie. Why Kharge is telling like this? അദ്ദേഹം പറയും, ഞാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, എനിക്ക് എന്തിനു നുണ പറയണം, എന്തിനാണ് ഈ ഖാർഗെജി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഒരുപക്ഷെ നരേന്ദ്രമോദി പറഞ്ഞേക്കാം. My friends, in first election, he said there is a black money
outside the country, the Congress people and other leaders have kept. നിങ്ങൾക്കറിയാം I will bring that money and distribute. Each of you will get 15 lakhs. നിങ്ങൾക്കറിയാം ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ രാജ്യത്തെ ഒരുപാട് കള്ളപ്പണം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വിദേശത്ത് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ അധികാരത്തിൽ വന്നാൽ ആ കള്ളപ്പണം എല്ലാം തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ 15 ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. Have you got 15 lakhs? നിങ്ങൾക്ക് ആർക്കെങ്കിലും Have you got 15 lakhs? Whether yes or no? No, then Modi is lying or I am lying. നിങ്ങൾക്ക് 15 ലക്ഷം രൂപ You കിട്ടിയിട്ടുണ്ട്. tell me who is lying. ഞാനാണോ കള്ളം പറയുന്നത്, മോദിയാണോ കള്ളം പറയുന്നത്? നിങ്ങൾ പറയൂ. Then second, he said, every year I will give 2 crores employment to our youth. അത് മാത്രമല്ല, രണ്ടാമത് അദ്ദേഹം പറഞ്ഞു എല്ലാ വർഷവും ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് ഞാൻ 2 കോടി തൊഴിലവസരങ്ങൾ നൽകും. And today he is in 10th year. 20 crores employment has he created in this country. Tell me whether it is true or not. ഇന്ന് അദ്ദേഹം 10ാമത്തെ വർഷമാണ് ഭരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കാം, അദ്ദേഹം ഈ 2 കോടി വെച്ച് 10 വർഷം കൊണ്ട് 20 കോടി തൊഴിലവസരങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾ എന്നോട് പറയുന്നത് സത്യമാണെന്ന്. Tell me whether Modi is liar or I am liar. നിങ്ങൾ എന്നോട് പറയൂ, നരേന്ദ്രമോദിയാണോ നുണ പറയുന്നത് അതോ ഞാനാണോ നുണ പറയുന്നത്? And he also said, I will create double the income of Kisans. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു ഞാൻ കർഷകരുടെ ശമ്പളം ഇരട്ടിയാക്കും, അവരുടെ വരുമാനം ഇരട്ടിയാക്കും. Has he done it? അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടോ? No. Then Modi is liar. When I see he is a liar, why these BJP people say he is very honest, very sincere? അദ്ദേഹം ഇങ്ങനെ നിരന്തരം ഒന്നൊന്നായി നുണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തിനാണ് ഈ BJP ആൾക്കാർ പറയുന്നത് ഇദ്ദേഹം വളരെ സത്യസന്ധനായ മനുഷ്യനാണ്, ഇദ്ദേഹം വളരെ ആത്മാർത്ഥതയുള്ള മനുഷ്യനാണെന്ന് എന്തിനാണ് BJP-ക്കാർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. So a man who himself lies and he tells that others are liars, the झूठ बोलते हैं सब लोग. ये मोदी है तो मुमकिन है, he says. If Modi is there, everything will be done, he said. Where is what you have done? അദ്ദേഹം പറയുന്നു ഞാൻ സത്യസന്ധനാണ്, ഞാൻ നുണ പറയില്ല, പക്ഷെ ബാക്കിയുള്ളവരെല്ലാം നുണ പറയുകയാണ്. മോദി ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മോദി ഉണ്ടെങ്കിൽ ഒന്നിനും ഒരു പ്രശ്നമില്ല. പക്ഷെ അതാണോ ഈ രാജ്യത്ത് നടക്കുന്നത്? അദ്ദേഹം എന്താണ് ചെയ്തിട്ടുള്ളത്? We have given some guarantees. ഞങ്ങൾ നിങ്ങൾക്ക് കുറച്ച് ഉറപ്പുകൾ നൽകാൻ പോവുകയാണ്. And that guarantee is youth guarantee, youth nyay, women nyay, farmers nyay, labor's nyay, social justice. We have given total 25 guarantees to the people of this country. സ്ത്രീകൾക്ക്, തൊഴിലാളികൾക്ക്, യുവജനങ്ങൾക്ക്, അതുപോലെ തന്നെ സാമൂഹിക നീതി ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് 25 ഉറപ്പുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. And he says our manifesto is a Muslim League manifesto. അത് മാത്രമല്ല, നരേന്ദ്രമോദി പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയാണെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. They say giving employment to youth is Muslim League manifesto. Giving women protect 1 lakh rupees every year to protect herself and her family. Is it Muslim League manifesto? Giving double the creating income, more income to farmers. Is it Muslim League manifesto? ഞാൻ അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കണമെന്ന് പറയുന്നതുകൊണ്ടാണോ അവർ ഈ മാനിഫെസ്റ്റോ, പ്രകടന പത്രിക മുസ്ലിം ലീഗ് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്? അതുപോലെ ഈ രാജ്യത്തെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് കൊണ്ടാണോ മുസ്ലിം ലീഗ് മാനിഫെസ്റ്റോ എന്ന് ഞങ്ങളുടെ പ്രകടന പത്രികയെ പറയുന്നത്? അതുപോലെ ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് വർഷം 1 ലക്ഷം രൂപ കൊടുക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് കൊണ്ടാണോ നരേന്ദ്രമോദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രിക എന്ന് പറയുന്നത്? Brothers, Modi can't face people. That's why even he won't come for any press conference.
2:30. 2:30 there or here? 1:30 को छोड़ना. ठीक है, चलेंगे. Sir, I will. No, you don't translate this. This is in between. No, this. So, even he has not conducted a single press conference with our press people, with our TV people, and also print media. And he says, Modi is so great man, international man. അത് മാത്രമല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മോദിക്ക് ഈ രാജ്യത്തെ ജനങ്ങളെ പേടിയാണ്. അതുകൊണ്ടാണ് ഇത്ര നാളും ജനങ്ങളുടെ മുൻപിൽ വന്ന് ഒരു പത്രസമ്മേളനം പോലും നടത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഈ രാജ്യത്തെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അത് TV ആവട്ടെ, പത്രപ്രവർത്തകരായിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം തനിയെ പറയും മോദി എന്ന് പറഞ്ഞാൽ മഹാനായ ഒരു മനുഷ്യനാണ്, അന്തർദേശീയ തലത്തിൽ ഒരു മഹാനായ മനുഷ്യനാണെന്ന് താനെന്ന് അദ്ദേഹം സ്വമേധയാ പറയും. How you are tolerating here, I don't know. നിങ്ങളെ Kerala was known for development and democracy, and they follow the constitution. Unfortunately, the last 8 years of the government ensured a debt-ridden economy without money to even give salaries and pension of the time. അതുമാത്രമല്ല, കേരളത്തിലെ ഗവൺമെന്റിനെ നിങ്ങൾ എങ്ങനെയാണ് സഹിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ 8 വർഷങ്ങൾ അതിനു മുമ്പ് കേരളം ജനാധിപത്യത്തിനും വികസനത്തിനും വേണ്ടി വളരെയധികം പേരുണ്ടായിരുന്ന ഒരു നാടാണ്. പക്ഷേ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന 8 വർഷത്തിന് ശേഷം ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കണക്കിടിയിലാക്കി ഈ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകാനുള്ള ഒരു വരുമാനം പോലും ഗവൺമെന്റിന്റെ കയ്യിലില്ല. I have to tell much more, but shortage of time. I don't want to continue, but I will tell 1 or 2 minutes something what in this constituency, Maulikara, no? Yes. Maulikara constituency is represented by Kodikanal Suresh. Kodikanal Suresh has been a champion of social justice, pro-poor, pro-constitution, pro-democracy, and he also always speaks for the poor people in the parliament. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സമയക്കുറവ് പോലും പറയുന്നില്ല. പക്ഷെ ഞാൻ ഈ മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം എല്ലാ കാലത്തും ജനാധിപത്യത്തിന് വേണ്ടി, ഭരണഘടനയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തെ പാർശ്വവൽക്കരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യത്തെ ദരിദ്രരായ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Suresh is not only a senior Congress leader, he is also a very committed Congress worker who rose from ground level to serve the people with commitment and integrity. രാജ്യത്തെ ജനങ്ങളെ പ്രതിബദ്ധതയോടും സ്വഭാവദാർഢ്യത്തോടും കൂടി സേവിക്കുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു മുതിർന്ന നേതാവ് മാത്രമല്ല, പ്രതിബദ്ധതയുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. Hence, I call upon each and every one of you to cast a vote for UDF candidate Suresh Kodikanal, who is one of our senior leader of the Congress party. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് വോട്ട് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഇന്ന് അഭ്യർത്ഥിക്കുകയാണ്. Please vote for all the UDF candidates in Kerala. We have a track record of fulfilling every promise we made. കേരളത്തിലെ എല്ലാ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്കും വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം. കാരണം ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചിട്ടുള്ള ഒരു പ്രവർത്തന പാരമ്പര്യം, ചരിത്രം ഐക്യജനാധിപത്യ മുന്നണിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുമുണ്ട്. We are proud of our MPs from Kerala, as they are very committed to democracy, rights, justice, and poor people. ജനാധിപത്യം, ജനങ്ങളുടെ അവകാശം, നീതി, അതുപോലെ രാജ്യത്തിലെ ദരിദ്രരായ മനുഷ്യർ, ഇവരുടെയുള്ള അവകാശങ്ങളോട് പ്രതിബദ്ധത പുലർത്തുന്ന കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ UDFന്റെയും എല്ലാ ജനപ്രതിനിധികളെ കുറിച്ചും എനിക്ക് അഭിമാനമുണ്ട്, ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. Hence, please do vote for our election symbol. What is our election symbol?
അതുകൊണ്ട് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക. എന്താണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം? hand symbol. കൈ അടയാളം. Ensure the victory of Kodikkunil Suresh ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെ വിജയം നിങ്ങൾ ഉറപ്പാക്കുക. with a big margin. വലിയ ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹത്തിന്റെ വിജയം നിങ്ങൾ ഉറപ്പാക്കുക. I hope we will all do it. നിങ്ങൾ എല്ലാവരും അത് തന്നെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Kindly raise your hands. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൈ ഉയർത്തുക. This is the request I am making you. I have come for other places because every day I am touring each state. I am sorry. I wanted to tell so many other things about Modi, but shortage of time I can't do. ഇത് ഞാൻ നിങ്ങളോട് നൽകുന്ന ഒരു അപേക്ഷയാണ്. ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ദിവസവും ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നരേന്ദ്രമോദിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടായിരുന്നു. And this is what his achievement he has printed. Please go through it. Vote for work. Vote for work and development. This is my request. And even Modi comes or 100 Modis come here, don't yield them. They are not going to do anything good for Kerala. Even whatever money they want to give, legally, they are not giving to Kerala, Karnataka, Telangana, other places. Therefore, you be careful while voting and you go to the polling booth. In maximum percentage, you do it, voting. That will help us. With these words, I will end my speech. Thank you, one and all. ഇതിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു രൂപരേഖയുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് വായിച്ചു നോക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു മോദിയല്ല, 100 മോദിമാര് കേരളത്തിൽ വന്നാലും അവർ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. അവരെ വിശ്വസിക്കരുത്. കാരണം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകണമെന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. Last one slogan. Jai Hind. അവസാനം പറയുന്ന ഒരേ Jai Hind. ജയ് ഹിന്ദ്. My mothers are keeping quiet and others. It is very difficult for me. I am an old man. എന്റെ അവിടുത്തെ സുഹൃത്തുക്കളെല്ലാം Jai Hind. Jai Congress. Jai Congress. Jai Congress. Modi हटाओ, देश बचाओ. Modi हटाओ. हटाओ, Modi हटाओ. मोदी हटाओ. Thank you.